അപ്പോൾ 2025 ജെഇമെയിൻ ആദ്യ സെഷൻ ഇന്ന് 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസത്തെ 2ാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇവരുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലെ എക്സാം പോലെ തന്നെ ആയിരുന്നോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി ഏകദേശം ഒരേ ഒരു റേഞ്ച് പോലെ, കൂടുതൽ ഈസിയും ഇല്ല കൂടുതൽ ടഫും ഇല്ല. ബ്രില്യന്റിൽ എഴുതുന്ന അതേ ഒരു റേഞ്ച്, കൂടുതൽ ഈസി ഒന്നുമില്ല. പിന്നെ കുറെ ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് വന്നില്ല, ഫ്ലൂയിഡ്സ് കുറെ ക്വസ്റ്റ്യൻസ് വന്ന്. അപ്പൊ നമ്മൊരു ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം എഫക്ട് ചെയ്യും. അങ്ങനത്തെ കുറച്ച് ഇത്. പിന്നെ മാത്സ് കുഴപ്പമില്ല, ഒരു പഠിച്ചത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ച്. കഴിഞ്ഞ എക്സാം കുറച്ച് ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം മാത്സ് വലിയ ലെങ്തി ഉണ്ടായിട്ടാന്ന് തോന്നുന്നു. ഉണ്ടായിട്ടില്ല തോന്നുന്നു അങ്ങനെ. മാത്സ് വലിയ ലെങ്തി കണ്ടിട്ടാ. ബാക്കി എങ്ങനെയുണ്ടായിരുന്നു? ടൈം മാനേജ്മെന്റ് ഒക്കെ ഓക്കെ ആയിരുന്നു? സമയമൊക്കെ നല്ല നന്നായിട്ട് കിട്ടിയല്ലേ? മോൾക്കോ? എനിക്ക് കുറച്ച് ടഫായിട്ടാണ് തോന്നിയത്. കെമിസ്ട്രി അത്യാവശ്യം എളുപ്പമായിരുന്നു. ഫിസിക്സും മാത്സും എനിക്ക് അത്യാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, പാടായിട്ടാണ് തോന്നിയത്. ആണോ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു? കുറച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ചിലതൊക്കെ കുറച്ച് കൺഫ്യൂസ്ഡ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. സാധാ ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ ഓർഗാനിക് കുറച്ചുകൂടെ വന്നെന്ന് തോന്നുന്നു. മോൾക്കോ? എനിക്ക് കെമിസ്ട്രി വലിയ കുഴപ്പമില്ലായിരുന്നു. മാത്സ് കുറച്ച് ടഫായിട്ടാണ് തോന്നിയത്. ഒത്തിരി അറ്റൻഡ് ചെയ്തില്ല, അതിന് അത്രയും ടൈം കിട്ടിയില്ലായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയുടെ അത്രയും ചെയ്യാൻ പറ്റിയില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. മാത്സിന്ന് വെക്ടറും 3D 2-3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർഗാനിക്കിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബയോമോളിക്യൂൾസിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എക്സാം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മോഡറേറ്റ് ലെവലാണ്. പിന്നെ കെമിസ്ട്രി ഈസി ആയിരുന്നു. കെമിസ്ട്രിന്ന് പിന്നെ ഓർഗാനിക് ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ കുറഞ്ഞാണ്. ബയോമോളിക്യൂൾസ് എന്നൊക്കെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ കോർഡിനേഷൻ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടലി ഓർഗാനിക് കുറവാ. അപ്പോ നിങ്ങൾ കുറെ മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടാണല്ലോ പോയത്. അപ്പൊ അതിന്റെ ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഏകദേശം അതേപോലെ. പിന്നെ പ്രഡിക്ഷന് ആ രീതിയിലും വന്നായിരുന്നു. കുറെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ പാറ്റേൺ ഡയറക്റ്റ് അല്ല, ആ രീതിയിൽ നമുക്ക് ആ തിയറി വെച്ച് അപ്ലൈ ചെയ്യാം. അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലേ? ബാക്കി എങ്ങനെയുണ്ടായിരുന്നു? സമയമൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. അത് മോഡൽ എക്സാം കുറെ എഴുതിയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലേ? ഓക്കെ. ഇവരെല്ലാരും പറഞ്ഞ പോലെ തന്നെ മാത്സ് അത്യാവശ്യം ടഫായിട്ട് തോന്നി. ഫിസിക്സ് കെമിസ്ട്രി ആവറേജ് നമ്മൾ പ്രിപ്പയർ പോലൊക്കെ തന്നെ വന്നതായിരുന്നു. ഈ കഴിഞ്ഞ എക്സാമിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? കുറെയൊക്കെ നോക്കിയായിരുന്നു. അതേ ഒരു പാറ്റേൺ തന്നെയായിരുന്നു ഫോളോ ചെയ്തത്? പാറ്റേൺ എല്ലാം ജസ്റ്റ് കണക്റ്റഡ് ആണെന്ന് തോന്നി. കെമിസ്ട്രി ഒക്കെ കൂടുതൽ എഴുതിയെന്നാ ചോദിച്ചത്. കെമിസ്ട്രി ഓർഗാനിക് പറഞ്ഞ പോലെ കുറവായിരുന്നു. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട് അത്യാവശ്യം നല്ലൊരു രീതി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എക്സാംസ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഫിസിക്സ് എന്ന് വെച്ചാൽ റയോപ്റ്റിക്സിന്ന് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പം എല്ലാ ഷിഫ്റ്റിലും തന്നെ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് ഇതിലും ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലായിരുന്നു ബാക്കി 2 സബ്ജക്ട് വെച്ച് നോക്കുമ്പോൾ. മാത്സ് അത്യാവശ്യം ലെങ്തി ആയിട്ട് തന്നെയാണ് തോന്നിയത്. വേറെ എങ്ങനെ ടൈം മാനേജ്മെന്റ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. മോഡൽ എക്സാംസ് എഴുതുകൊണ്ട് തന്നെ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ എടുക്കാം. മോഡൽ എക്സാംസ് എഴുതുന്നത് തന്നെ വേറെ എങ്ങനെ. പിന്നെ എക്സാം ആൾ കയറിയപ്പോൾ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ലായിരുന്നു. എല്ലാവരും സ്റ്റാഫ്സ് എല്ലാം തന്നെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ടാണ്. മാത്സ് കുറച്ച് ടഫ് അതായിരുന്നു, ലെങ്തി ആയിരുന്നു. അത് മാത്സിൽ കുറെ സമയം പോയി. പിന്നെ ഫിസിക്സ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രിയും കുഴപ്പമില്ലായിരുന്നു. ഓർഗാനിക് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. മാത്സ് കുറച്ച് ലെങ്തി ടൈപ്പ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? കാരണം കഴിഞ്ഞ പരീക്ഷകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മാത്സ് ഈസിയാന്നാണ് എല്ലാവരും പൊതുവെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഇന്നത്തെ എക്സാമിന് കുറച്ച് ലെങ്തി ആയിരുന്നു. പിന്നെ കുറച്ച് അത്യാവശ്യം ടഫായിരുന്നു. എനിക്കും ഏകദേശം ഒരു മോഡറേറ്റ് ആയിട്ട് തന്നെ തോന്നി. ഇപ്പം കഴിഞ്ഞ വട്ടത്തെ എല്ലാ പേപ്പറും എഴുതിയതാ. പക്ഷെ അതെല്ലാം എഴുതിയിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി കൂടെ ടഫായിരുന്നു. എങ്കിലും ഒരു നമ്മുടെ മോഡൽ എക്സാംസ് ഇല്ലേ, അപ്പൊ ആ ഒരു ലെവലിൽ തന്നെ വന്നിട്ടുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും. പിന്നെ മാത്സ് ലെങ്തി ആയിരുന്നു കുറച്ച്. അത്രയ്ക്ക് പെട്ടെന്ന് കിട്ടുന്ന ആകെ 1-2 ക്വസ്റ്റ്യൻസ് ഉള്ളായിരുന്നു. ബാക്കി നല്ല സമയം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ റയോപ്റ്റിക്സിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓർഗാനിക്കിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നോർമലി അങ്ങനെ കാണാറില്ല. ഓവറോൾ പറയുകയാണെങ്കിൽ മോഡറേറ്റ് ലെവൽ എന്ന് പറയാം. മോഡറേറ്റ് ലെവൽ, അതെ. ഈസിയും അല്ല പക്ഷെ അത്രയ്ക്ക് ടഫും അല്ല, ഒരു മോഡറേറ്റ് ലെവൽ. നമ്മുടെ ഒരു മോഡലിന്റെ ആ ഒരു ലെവലിൽ തന്നെ. പിന്നെ ഇടയ്ക്ക് വെച്ച് എന്റെ സിസ്റ്റം ഓഫ് ആയി പോയായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ അവര് എന്നെ വേറെ ഒരു സിസ്റ്റത്തിലോട്ട് ആക്കി. അപ്പം ടൈമൊന്നും മാറിയില്ല. എന്റെ ഓഫ് ആയി പോയിരുന്ന ആ ടൈമിൽ തന്നെ എനിക്ക് വീണ്ടും വേറൊരു സിസ്റ്റം കിട്ടിയല്ലേ? ടെൻഷൻ വന്നപ്പോ പെട്ടെന്നൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. പക്ഷെ അത് കുഴപ്പമില്ല. അവര് നമ്മുടെ അടുത്ത് ഒരു സമാധാനത്തിൽ ടൈം കിട്ടും അങ്ങനെല്ലാം പറഞ്ഞാണ് എന്നെ അപ്പുറത്ത് നോക്കിയപ്പം ഞാൻ നിന്ന അതേ ക്വസ്റ്റ്യനിൽ സെയിം ടൈമിൽ കിട്ടി. പ്രശ്നങ്ങളൊന്നും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.